ഹലോ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തു വെച്ചായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, പക്ഷേ ചെറിയ പ്രശ്നം പറ്റി. നമ്മൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ വീഡിയോ അവസാനം നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൊത്തം പാളിപ്പോയിരുന്നു. അതായത് വീഡിയോൻ്റെ ഇതൊന്നും ശരിയായിട്ടില്ലായിരുന്നു, ചില ഭാഗമൊന്നും ശരിക്കും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ വീഡിയോ ഇടാമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെ നിരപ്പാക്കി ഇതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര വലിയ കുന്നും മലയൊക്കെ ആയിരുന്നു. ഭയങ്കര വലിയ മീൻസ് അങ്ങനെ ഹൈറ്റ് അല്ല, ഇച്ചിരി കൂട്ടിയതാണ്, എന്നാലും അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. മൊത്തം ഞാൻ നിരത്തി ഇഷ്ടം പോലെ. ഇതിൽ പകുതി ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത്, ഇതൊക്കെ ഇത്രയും ഭാഗമില്ലായിരുന്നു, ഇവിടെ ഒക്കെ വെച്ച് ഞാൻ നിരപ്പാക്കി. എന്നിട്ട് ഞാൻ ഇതിനകത്ത് പകുതി ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ. പക്ഷെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കിയപ്പോൾ ഒന്നാമത്തെ കാര്യം വീഡിയോ ശരിയായില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നുകൂടി ആദ്യം തൊട്ട് ഉണ്ടാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഉണ്ടാക്കി വന്നപ്പോൾ ഇച്ചിരി കുളമായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ആദ്യം തൊട്ട് ഒന്നുകൂടി ഉണ്ടാക്കി ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ബേസൊക്കെ ഓൾറെഡി സെറ്റ് ആക്കിയായിരുന്നു. ഇതാ ഈ ബേസ്. അപ്പോൾ ഇത് ഹിറ്റ് ബോക്സസ് ഓണാണല്ലോ. ഓക്കെ, നമുക്കിനി അപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ചത് അണ്ടർഗ്രൗണ്ടിൽ വല്ലതും ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഇവിടെ മൊത്തം കേവാ, കണ്ടോ അവിടെയൊക്കെ വലിയ കേവാ. അപ്പോൾ പിന്നെ ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കണ ശരിയാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഞാൻ അധികം വൈകിക്കാനില്ല, ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ കാണിച്ചു തരാം. ആദ്യം ഇതെടുക്കാം. എന്നിട്ട് ഇതായിരിക്കും നമ്മുടെ എഡ്ജ്. എന്നിട്ട് ഇവിടുന്ന് വില്ലേജസിന് നിൽക്കാൻ വേണ്ടിയിട്ട് 2, ഇവിടെ 1, പിന്നെ നമുക്ക് നടക്കാൻ 2 വഴി ഇങ്ങനെ. എന്നിട്ട് ഇവിടെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടുന്ന് അതായത് മൊത്തം 60 വില്ലേജറിന്, അതായത് ഒരു സൈഡിൽ 10 ഒരു സൈഡിൽ 10, അങ്ങനെ 3 റോ. അങ്ങനെ നോക്കുമ്പോൾ 30 30 അല്ല 30 60 വില്ലേജസിന് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുക, അത്രയും വില്ലേജസിനെ വേണമെന്ന് ചോദിച്ചാൽ അത്രയും വില്ലേജസിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമുക്ക് ആവശ്യം വരും. കാരണം ഇപ്പോൾ ലൈബ്രറിയൻസ്, ആർമർ ഉണ്ടാക്കാൻ, പിന്നെ ഫാമേഴ്സ്, ഗോൾഡൻ ക്യാരറ്റിന്, അതിന് ഗോൾഡൻ ക്യാരറ്റൊക്കെ ആയിരിക്കും തിന്നാൻ പോണേ. അപ്പം അതിന് അങ്ങനെ ഓരോന്നിനായിട്ട് കുറേ ആവശ്യം വരും നമുക്ക്. ഇതല്ലേ എൻ്റെ ഇത്. അങ്ങനെ നമുക്ക് കുറേ ആവശ്യം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത്ര ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ വേണ്ട. അല്ലെങ്കിൽ നമ്മളിതെങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റോ അടുപ്പിച്ചത് ഇവിടെ 1 ഇവിടെ 1, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പം ഞാൻ അങ്ങനെ എല്ലാ എഡ്ജും വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ എഡ്ജും ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറേ കഴിഞ്ഞ ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ്, മറ്റേ അയൺ ഫാം ഉണ്ടാക്കാം. പിന്നെ അതിന് ആവശ്യം വന്നില്ല അയൺ ഫാമിൽ, അതുകൊണ്ട് പിന്നെ നമ്മളിത് വേണ്ടെന്ന് വെച്ചു. അപ്പം നമുക്കിനി അയൺ ഫാം എന്താണെന്നറിയില്ല, ചെറുതായിട്ട് വർക്ക് ആവണില്ല, എന്തൊക്കെയോ പ്രശ്നം. സോംബീനെ 2 സൈഡിലിട്ടാണല്ലോ. അറ്റ് എ ടൈം 2 അയങ്കോലം സ്പോൺ ആവട്ടെയാണ്, പക്ഷെ ഒരു അയങ്കോലം സ്പോൺ ആവുന്നുള്ളൂ. അത് ഭയങ്കര സ്ലോ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ വരുത്തും. ഓക്കെ, എന്നിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഹൈറ്റ് കാണിച്ചില്ല. അതായത് വില്ലേജസിന് നിൽക്കാൻ വേണ്ടി 2 ബ്ലോക്ക് ഹൈറ്റ് വേണം, 2 ബ്ലോക്ക്, പിന്നെ ഒരു ബ്ലോക്ക് വേണം. മൊത്തം 4 ബ്ലോക്ക് ഞാൻ ഇങ്ങനെ വെക്കും. ഇത് മറ്റേ റൂഫിൻ്റെ തന്നെ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 2 3, അതിന് എല്ലാ സൈഡൊന്നും ഞാൻ ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഒരു റോ, ഇത് ഒരു റോ, അത് അയ്യോ ഞാൻ സംഭവം മറന്നുപോയി, ഇവിടെ വെക്കണ്ടായിരുന്നു. ഇവിടെ 2 ബ്ലോക്ക് പൊട്ടിച്ചളയണം, അത് ഞാൻ മറന്നുപോയി. ഇവിടെയാണ് നമ്മുടെ, അതായത് ഓരോ റോയിൽ അപ്പുറത്തെ റോയിലോട്ട് പോകാനുള്ളത് ഇവിടെയാണ്. അതായത് നമ്മളിവിടുന്ന് ഇങ്ങനെ അപ്പുറത്തോട്ട് പോവും. അപ്പോൾ അതിവിടെയാണ്, അത് ഞാൻ മറന്നുപോയി. സ്ഥലം നമ്മളപ്പോൾ ഇവിടെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിലായിരിക്കും നമ്മൾ അപ്പുറത്തെ റോയിലോട്ട് ഇങ്ങനെ പോണത്. ഇപ്പോൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള റോയിലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. ഇനി ഒരു റോയിൽ, അതായത് 20 വില്ലേജേഴ്സ് ഉണ്ടാവും ഒരു റോയിൽ. അതായത് ഒരു സൈഡിൽ
ഇങ്ങനെ ഇതാ ഈ സൈഡിൽ 10 ആ സൈഡിൽ 10 അങ്ങനെ രണ്ടും 20 പേരുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്തിനാ കളയണേ? ഞാൻ പിന്നെ മണ്ടത്തിനെ കാണിച്ചു. അവിടെ എന്തിനാ കളഞ്ഞേ? എൻ്റെ പിക്കാക്സിന്റെ ലൈഫ് ഇത് ഞാൻ കളയാം. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ മാത്രം കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെയും ഇത് വെക്കണം. ഇതിന് തികയോന്നറിയില്ല, 54 ഉള്ളൂ. അത് ഞാൻ നോക്കട്ടെ. അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമ്മള് നമ്മുടെ ഇതെടുക്കുക. സ്പ്രൂസ് ഓൾറെഡി കയ്യിലുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 3 ബ്ലോക്ക് വെക്കും. ഇവിടെ ഇങ്ങനെ 3 ബ്ലോക്ക് വെക്കും. എന്നിട്ട് ഇതിന്റെ നടുക്കായിരിക്കും ഒരു വില്ലേജേഴ്സ് ഇങ്ങനെ. പക്ഷെ അത് ബോറാവോന്ന് കണ്ടോ? ഇങ്ങനെ മടുപ്പിച്ച് 3 ഇങ്ങനെ. അതോ ഇത് വെക്കണോ? പ്ലാങ്ക്സ്. അതിപ്പോ ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ ഇത് വെക്കുമ്പോ ചെറിയൊരു ബോറ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതാ വെച്ചത്. കഴിഞ്ഞ എപ്പിസോഡല്ല, കഴിഞ്ഞ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോ ഇതാ വെച്ചത്. പക്ഷെ എന്നിട്ട് ഞാൻ നോക്കാം, ഇത് വെക്കാം, അതാ നല്ലത്. ഇത് വെക്കാം. ഇങ്ങനെ കണ്ടോ? ഇതിങ്ങനെ വെക്കാം. അതാകുമ്പോ വുഡും ലാഭാണ്, പിന്നെ ഭംഗിയുണ്ടോ കണ്ടോ? ഇല്ലെങ്കിൽ ഫുൾ ഇതാവുമ്പോ ഒരു ഇച്ചിരി ഇതാവും. അപ്പൊ ഇത് വെക്കാം നമുക്കിങ്ങനെ. അതിങ്ങനെ ഒരു 2 ബ്ലോക്കിന്റെ ഇത് ഇങ്ങനെ വെക്കണം. അതായത് ഇവിടെ വില്ലേജർ, ഇവിടെ വർക്ക് സ്റ്റേഷൻ, അങ്ങനെ വേണം വെക്കാൻ. എന്നിട്ട് നടുക്ക് ഇങ്ങനെ. അപ്പൊ അടിപൊളിയാവും. അല്ലെങ്കിൽ നടുക്ക് വേണമെങ്കിൽ ലോഗ് വെക്കണോ? ഇത് മതി. അല്ലെങ്കിൽ ഒരു എല്ലാം ഒരേപോലെ നല്ല ഇതായിട്ട് നിന്നോളും. അടിങ്ങനെ വെക്കാം. എന്നാ ഞാൻ പിന്നെ അതും വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ അമ്മ കുറെ നേരം എടുത്തു. പിന്നെ ഞാൻ അപ്പോഴൊരു കാര്യം ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പേസ് അടുപ്പുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒരാളെ വെക്കാൻ, 2 പേരെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ 60 അല്ല 62 വില്ലേജസിനെയാണ് നമ്മൾ വെക്കണത്. ഓക്കെ, അതുകൊണ്ട് നല്ല കാര്യമാണ്. നമുക്ക് അത്രയും വില്ലേജസിനെ വെക്കാം. പിന്നെ അത്രയും വില്ലേജസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടോന്ന് വെച്ചാൽ ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു 15-16 പേരൊക്കെ ഉള്ളൂ ബ്രീഡറിൽ. പക്ഷെ കുറച്ചുകൂടി നേരം AFK നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടണമായിരിക്കും. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയൊക്കെ ഒന്ന് മൂടണം. അത് ഞാനിപ്പോ തന്നെ ഒന്ന് മൂടാം ഇങ്ങനെ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ റൂഫ് എന്ന് വെച്ചാൽ സാധാ റൂഫ് അല്ല. അതായത് കോൺക്രീറ്റ് വീണ്ട റൂഫ് പോലെ അല്ല. നമ്മള് റൂഫ് എന്ന് ഉദ്ദേശിക്കണത് ഇതിപ്പോ വില്ലേജറിന്റെ ആണല്ലോ. അപ്പൊ ഈ വില്ലേജേഴ്സിന്റെ ഒക്കെ ഒരു ഹൗസിന്റെ റൂഫില്ലേ, ആ ഒരു മോഡലിലാണ് വെക്കാൻ ഉദ്ദേശിക്കണത്. ഉണ്ടാക്കി വരുമ്പോ എങ്ങനെയാവുമെന്ന് അറിയില്ല. ആ ഒരു മോഡലിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓക്ക് വെച്ചിട്ട്. എവിടെ ഇത്ര ഇട്ടുന്ന് കഴിഞ്ഞോ? ഇല്ല. ആ ഒരു മോഡലിൽ. നമ്മുടെ ഡീപ് സ്ലൈറ്റ് കുറവാ, അതാ പ്രശ്നം. ഓക്കെ, അപ്പൊ ആ ഒരു മോഡൽ വെക്കണം. നമ്മുടെ കറക്റ്റ് ഇതിനുള്ളതുണ്ട്. കറക്റ്റ് എൻ്റെ അമ്മ, കറക്റ്റ് ഇതിന് വെക്കാനുള്ളതുണ്ട്. മുമ്പില് നമുക്ക് നോക്കട്ടെ. മുമ്പില് നമുക്ക് ഇത് തന്നെ വെക്കണോ? മറ്റേ നമ്മുടെ ഇത് കുറച്ചുണ്ട്. ഇത് വെച്ച് എങ്ങനെ ഇരിക്കുന്നോട്ടെ. നമുക്ക് എന്തായാലും നടുഭാഗത്ത് വെക്കണം. നടുഭാഗത്തായിരിക്കും നമ്മുടെ എൻട്രൻസ്. അപ്പൊ നടുഭാഗത്ത് കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. കണ്ടോ? ഇങ്ങനെ വെച്ചാൽ മതി. പുറകിൽ ഇങ്ങനെ. അത് ബോറാവോ? പുറകിൽ വേറെ ഡിസൈനും മുമ്പിൽ വേറെ ഡിസൈനും. പുറകിൽ നോക്കി എങ്ങനെയുണ്ട് നോക്കട്ടെ. മേളിൽ ഇനിയിപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം എല്ലാം കൂടെ. സ്പ്രൂസ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കയ്യിൽ. ഇതിങ്ങനെ ജോയിൻ ചെയ്യണം അങ്ങോട്ട് ഇങ്ങനെ. ഇത് തമ്മിൽ ഇങ്ങനെ എല്ലാം ജോയിൻ ചെയ്യിപ്പിക്കണം. ഫുള്ള് ഇടം ജോയിൻ ചെയ്യണം. പുറകിൽ എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കട്ടെ. മുമ്പിലും കൂടെ ഡീപ് സ്ലൈറ്റ് വെക്കാം. കാരണം കണ്ടു ഇത്രയും ഭാഗം ഇത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ. നമുക്ക് മുമ്പിൽ ഇത് വെക്കാം. ഇല്ലെങ്കിൽ അതാകെ ഇതാവും. മുമ്പിൽ അല്ലെങ്കിലും പോറാം. കാരണം ഇവിടെ ഫുള്ള് ഡീപ് സ്ലൈറ്റാണ്. മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല. മുമ്പില് കാണിച്ചു തരാം. കണ്ടോ? മുമ്പിൽ ഇതാ. അപ്പൊ അത് എന്തപ്പോ ചെയ്യാം? ഞാൻ നോക്കട്ടെ. കണ്ടോ? മുമ്പിൽ ഇതാ. നമുക്ക് ഇത് തന്നെ ഇരിക്കട്ടെ നമുക്കിവിടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഡീപ് സ്ലൈറ്റ് വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇവിടെയും ഡീപ് സ്ലൈറ്റ് വെക്കണം. അതാകുമ്പോൾ കറക്റ്റ് 1 2 3 4 5 6 7 8 9 10 പേരുണ്ടാവും കറക്റ്റ്. അപ്പൊ 60 തന്നെ ആയിക്കോളും. ഇവിടെയും കൂടി ഇത് പൊട്ടിച്ച് വെച്ചാൽ. പക്ഷെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരും. ഇവിടെ രണ്ടിടത്തും ഇവിടെയും ഗ്യാപ്പ് വരുമല്ലോ, അതാ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവിടെ. രാത്രിയാ പറയും.
അത് സാരില്ല, നമുക്ക് ഇവിടെ ഡീസലേറ്റ് വെച്ചാൽ മതി. ഇവിടെ ഇപ്പൊ ഞാൻ ഡീസലേറ്റ് വെക്കാനില്ല, കാരണം വില്ലേജസിനെ കൊണ്ടുവരാൻ എളുപ്പം ഇതാ. ഇല്ലെങ്കിൽ അത് അതിലേക്ക് ഇറക്കി കൊണ്ടുവരണം. ഇതാകുമ്പോൾ ഇതിലിങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓരോന്നിൽ അടിക്കാൻ മതി. ഞാൻ റെയിൽ വെച്ചിട്ട് കൊണ്ടുവരാനാണ് വിചാരിക്കണത്. അപ്പോൾ ഏതാണ്ട് ഇതായിട്ടുണ്ട്. ഞാൻ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ. റൂഫൊക്കെ ഞാൻ ചിലപ്പോൾ ഓഫ് ക്യാമറയിലായിരിക്കും ചെയ്യാണ്. കാരണം ഇത് മൊത്തം ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ നിന്ന ഓഫ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നില്ല. അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇതിപ്പോ ഇത് മൊത്തം ഞാൻ ഓഫ് ക്യാമറയിലാണ് ചെയ്തത്, നിങ്ങളുടെ കാണിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്കിതും കൂടെ ഒന്ന് എല്ലാം ഒന്ന് ഞാൻ കണക്ട് ചെയ്യട്ടെ. ഇപ്പോ ഞാനത് റൂഫ് ഓഫ് ക്യാമറ ചെയ്യണോ ഇപ്പൊ ചെയ്യണോ എന്ന് അറിയാതിരിക്കുക. ഞാൻ ഒരുപാട് ഉണ്ടാവില്ല റൂഫ്, കാരണം നമ്മുടെ വീടിന്റെ ഒക്കെ മോഡലിലായിരിക്കും റൂഫ് വെക്കണേ. അങ്ങനത്തെ മോഡലില് സ്റ്റെയർ വെച്ചിട്ട്, എൻ്റെ കയ്യിൽ സ്റ്റെയർ ഉണ്ടോ ഇല്ല, അത് ഉണ്ടാക്കണം. സ്റ്റെയറോ അല്ലെങ്കിൽ ഈ ലോഗോനെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ചില വില്ലേജിന്റെ ലോഗും പ്ലാങ്ക്സ് വെച്ചിട്ട് തന്നെ ഉണ്ടാവില്ലേ. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ലോഗോ ഉണ്ട്, പക്ഷെ അത് തികയില്ല. ഒരു രാത്രി ഞാൻ വേഗം ഉറങ്ങട്ടെ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടെ മൊത്തം വെച്ചിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് എന്താ പറയാ, ഇനിയിപ്പം മേളില് റൂഫും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഓഫ് ക്യാമറയിലെല്ലാം നമുക്കിപ്പോൾ തന്നെ ചെയ്യാം. ഇതായിരിക്കണം എൻ്റെ പ്ലാൻസ് ഒക്കെ. ഇതിൻ്റെ മേളിലും കൂടെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ റൂഫിൻ്റെ ഭാഗമായിട്ട്. അപ്പം നമുക്ക് റൂഫ് തന്നെ ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് സ്റ്റെയർ നമുക്ക് ഇതിൻ്റെ തന്നെ വേണോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നാൽ നമുക്ക് ഇതിൻ്റെ തന്നെ സ്റ്റെയർ ആക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പം എന്തായാലും ഓക്കൊന്നും ഇല്ല, കുറച്ചുള്ള ഓക്ക്. ഇതാണ് നമ്മുടെ കയ്യിൽ ആകെയുള്ള ഓക്ക്. നമുക്ക് ഇത് തന്നെ സ്റ്റെയർ ആക്കാം. ഇപ്പം എത്ര സ്റ്റെയർ ആക്കാൻ പറ്റും? 20 എണ്ണം. അത് പോരാ, ഇതും കൂടെ ഒന്ന് ഇതാക്കുക. എന്നിട്ട് ഇതും മതിയാവോ? നമ്മുടെ കയ്യിൽ ഇത് കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർ ഉണ്ടോ? അതുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ കൊടുക്കായിരുന്നു, മറ്റേ നമ്മുടെ വീടിൻ്റെ ഒക്കെ ചെയ്യണ പോലെ. കണ്ടിട്ട് കുഴപ്പമില്ല നമ്മുടെ ട്രേഡിങ് ഹാള് നല്ല. ഞാൻ പോയി കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം. ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കോബിൾ സ്റ്റോണ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. നമ്മുടെ ബ്രീഡറിൻ്റെ അവിടെ തന്നെ ഉണ്ട് കോബിൾ സ്റ്റോണ്. ഇവിടെ എന്തോരം വില്ലേജസ് ഉണ്ട് ഇപ്പോൾ? ഞാൻ നോക്കട്ടെ. വൈപ്പ് വീണേനെ. അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ടല്ലോ. ഇത് അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ 2 പേരേ ഉള്ളൂ. അത്യാവശ്യം നല്ല ബ്രീഡർ അല്ല, അത്യാവശ്യം നല്ലോണം വില്ലേജസ് ആയിട്ടുണ്ട്. ഇതൊക്കെ മതി. നമ്മൾ ഇനിയിപ്പോൾ അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടി ആയിക്കോളും. ഇവിടെ ലോഡാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതും കൂടെ ആകുമ്പോൾ കണ്ടു, ഇവിടെ കേവാണ് അടിയിൽ മൊത്തം. കണ്ടു, അവിടെയൊക്കെ കണ്ടു ഓരോ കേവ്. അതിൻ്റെ ബാക്കി ഇവിടെ വലിയ റിവ്യൂം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അടിയിൽ മൊത്തം പിന്നെ ഈ വെള്ളത്തിൻ്റെ വാട്ടർ കേവ് ഉണ്ടാവും കുറേ. അത് ഞാൻ പണ്ട് ബ്രീഡർ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു വാട്ടർ കേവ്. നമ്മളെന്ത് ഇങ്ങോട്ട് വന്നേ? ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്ര മതിയോ? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് കയറുക. ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ ഡേറ്റ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഡേറ്റ് പിന്നെ പൊട്ടിച്ചോളയാം. ഇവിടെ ഇങ്ങനെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ എല്ലാം ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ 2 സൈഡിലുള്ളതും ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ലോണം വേണം. മറ്റേ വുഡിൻ്റെ സ്റ്റെയർ കണ്ടോ? ഇത് മൊത്തം നിറയ്ക്കണമെങ്കിൽ നല്ലോണം വേണം. നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇത് തികയും, പക്ഷെ നോക്കാം. ഇതിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഇത് ബെസ്റ്റ്. ഇത് മൊത്തം ഇനി ഇങ്ങനെ വെക്കണം. എനിക്ക് സ്റ്റെയറിൻ്റെ ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ലാത്ത, ചിലപ്പോൾ നമ്മളിങ്ങനെ വെച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ വെക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ ആയിപ്പോവും. അതെനിക്ക് അത്ര ഇതാവില്ല. കണ്ടോ, ഇങ്ങനെ വെച്ച് പോകണം. അങ്ങനെ എല്ലാ സൈഡും വെക്കണം. പിന്നെ സ്റ്റെയർ ഇത്രയും വേണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വേറെ വല്ലത്തിനും ഉപയോഗിക്കാം. കണ്ടോ, ഞാൻ ഇവിടെ മറ്റേ രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാനേ അതും കൂടെ ഒന്ന് വെച്ചിട്ട് വരാം. അങ്ങനെ ഇവിടെ മൊത്തം വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്ക് സ്ലാബ് വെക്കണം. അതിൻ്റെ എൻ്റെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഇല്ല. പിന്നെ ഇത്രയും ബാക്കി വന്നു. ഇനിയാണ് ഉറങ്ങണം.
കണ്ടോ ഇതിപ്പോ ഇനിയിപ്പോ ഞാൻ ഇതൊക്കെ കണ്ടോ ഇത്രയും ഇത് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല വന്നത്. അപ്പൊ ഞാൻ വിചാരിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇവിടെ ഇങ്ങനെ സാധാ പോലെ റൂഫ് വെച്ച് അടയ്ക്കുക, എന്നിട്ട് അതിന്റെ മേലെ കുറെ സ്ഥലം ഉണ്ടാവില്ല, അവിടേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ലാഡർ വല്ലതും വെക്കുക. എന്നിട്ട് ഇവിടുന്ന് കിട്ടണ എമറാൾഡും ഇവിടുന്ന് കിട്ടണ എമറാൾഡ് വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആരോ അല്ല, ഇപ്പൊ തന്നെ എമറാൾഡ് അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, ക്യാരറ്റ്, പൊട്ടാറ്റോ സ്റ്റിക്ക്, പേപ്പർ, അങ്ങനെ ഓരോന്ന്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അവിടെ വെക്കും, ഇവിടെ സ്റ്റോറേജ് പോലെ. അപ്പൊ പിന്നെ ഒരു പിടിക്ക് രണ്ട് പക്ഷി. അപ്പോ ഞാൻ എന്നാല് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചളയണം. ഇനിയിപ്പോ ഇതിന്റെ നടുക്കും എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. അതിന് നമുക്ക് സ്പ്രൂസ് വെക്കായിരുന്നു, പക്ഷെ ഞാൻ അറിയാതെ എല്ലാം കൂടെ എടുത്ത് ഇതാക്കി, എന്നിട്ട് ഇത്രയും ബാക്കി വരികയും ചെയ്തു. ഇതിന്റെ നടുക്ക് സ്ലാബും വെക്കണമായിരുന്നു, അതും ഞാനിത് വെച്ചു. അപ്പൊ പിന്നെ അപ്പൊ എന്താ പറയാ, ഇവിടെ വോയിസ് ക്ലിയർ അല്ല, മഴ പെയ്യുന്നുണ്ട് ഇവിടെ, അതാ പ്രശ്നം. ഓക്കെ, അമ്മ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒക്കെ കളഞ്ഞു. പക്ഷെ അങ്ങനെ കളഞ്ഞോണ്ടിരിക്കുമ്പോഴേ കണ്ടോ ഒരാൾ പോണുണ്ടോ, നമ്മളിവിടെ ലൈറ്റ് വെക്കാൻ മറന്നായിരുന്നു, അപ്പൊ ആരോ സ്പോൺ ആയതാണ്. അതിനിപ്പോ ഇവിടെ എവിടെയോ ഇപ്പൊ പൊട്ടിയാനെ. എങ്ങനെ ഇവിടുന്ന് പൊട്ടി കഴിഞ്ഞാൽ ഇത് മൊത്തം പൊട്ടും. ഇത് മൊത്തം മീൻസ് ആ ഭാഗം മൊത്തം പൊട്ടും. ഇവിടെ എവിടെ ഉണ്ട്, ഇതാ നിക്കണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് അതെന്ത് ബാബാ അവൻ വെള്ളത്തിൽ വരില്ലേ? വെള്ളത്തിൽ വരില്ല. ഒരു ഐഡിയ കാണിച്ചു തരാം ഞാനിപ്പോ. ഇവരെന്ത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടൊന്ന് ചാടി വാടാ. ഇതെന്ത് ഇവൻ കറങ്ങി വരണേ? ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ വാ ഇവൻ കറങ്ങി വരണേ. എന്തായാലും ഇവിടെ കുളം ഉണ്ടാക്കാം നമുക്ക്. അതൊക്കെ ഞാൻ പിന്നെ അടച്ചോളാം. ഓക്കെ, അപ്പം നമ്മൾ ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാനുള്ള കോബ്ൾസ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇതാ, പിന്നെ ഇവിടെ കുറച്ച് റെയ്ഡിന്റെ ആൾക്കാരും വന്നായിരുന്നു. നമ്മൾ അവരൊന്ന് നൈസായിട്ട്, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കൂട്ടത്തോടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്നെ വെടിവെക്കണ സമയത്ത് അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അവരെന്നെ, ഞാൻ ആകെ ഒരാളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ ഷൂട്ട് ചെയ്യണ സമയത്ത് അവർ തന്നെ അവരുടെ ആൾക്കാർ ഷൂട്ട് ചെയ്ത് വന്നു. ഓക്കെ, നമുക്കപ്പോൾ ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇത് മതി നമുക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ നടുക്ക് നമ്മൾ എൻ്റെ അമ്മ എന്ത് വലിപ്പ ഇതിൻ്റെ നടുക്ക് നമ്മൾ അടയ്ക്കണില്ല, അതിന് ഞാൻ ഈ ഓക്കാണ് എടുക്കണത്. അത് തികയൂലെന്ന് എനിക്കറിയാം. ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ ഇത്രയും കാലത്ത് ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ബിൽഡാണിത്. എൻ്റെ വീട് പോലും ഇത്രയും വലിപ്പമില്ല. വലിപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബെസ്റ്റ്. ഇനി നമുക്ക് ഈ ഓക്ക് വെച്ചിട്ട് നമുക്കിതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന്, രാത്രി ആവാറായല്ലോ, ഇതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ എല്ലാം ഒന്ന് അടച്ചു കൊടുക്കണം. ഇങ്ങനെ എല്ലാ ഭാഗവും അങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം. എന്നാൽ ഞാൻ ഒന്ന് അടച്ചിട്ട് വരാം. അങ്ങനെ ഫുള്ള് കഴിഞ്ഞു. ഇതാ നമ്മളിവിടെയും വെച്ചു, അകത്തും വെച്ചു. പിന്നെ ഇതിവിടെ മൊത്തം ഇരുട്ടാണ്. നമ്മൾ നേരത്തെ ഇങ്ങനെ ലൈറ്റ് വെക്കാതെ പോയിട്ടാണ് ക്രീപ്പർ സ്പോൺ ആയത്. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. ആരുമില്ലാന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവസാനം വില്ലേജറിന് പകരം വലിയ ജോംബീനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടയ്ക്കും, എന്നിട്ട് അതിൻ്റെ മേളിൽ സ്റ്റോറേജ് വന്നിട്ട് സംഭവം. അല്ലെങ്കിൽ അവിടെ വേറെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതും നല്ലതാണ്. കണ്ടിങ്ങനെ തന്നെ വെക്കാം, നല്ല വലുപ്പത്തിൽ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ബിൽഡായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും നേരം എടുത്ത് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മാൻഷൻ മാതിരി. പുറത്തു നോക്കിയൊന്നുമില്ല, തൊട്ട് കയറിയ ഭയങ്കര വലുതാ. അപ്പോൾ ഇനിയിപ്പോൾ വില്ലേജേഴ്സിനെ എൻ്റെ ഫുഡും തീർന്ന്. വില്ലേജേഴ്സിനെ ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഇടണം. അത് ഞാൻ എന്തായാലും ഓഫ് ക്യാമറയിൽ ഇടാം, കാരണം അതും കൂടെ ഇടാൻ തുടങ്ങി അത് ഭയങ്കര സമയം എടുക്കും.
അതിന് ഞാൻ ഓഫ് ക്യാമറയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം വല്ലതും ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. പിന്നെ വർക്ക് സ്റ്റേഷൻ, അതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഫ്ലെച്ചർ, അതായത് സ്റ്റിക്ക് വെക്കാം, പിന്നെ ഫാമർ വേണം, പിന്നെ മറ്റേ ആർമറിൻ്റെ ആൾക്കാരില്ലേ, ബ്ലാക്ക് സ്മിത്തും സ്വോർഡ് സ്മിത്തോ ടൂൾ സ്മിത്ത് അങ്ങനെ ആരൊക്കെയില്ലേ, അവരൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പേര്, പിന്നെ മാപ്പിന് കുറച്ച് പേര്, അതായത് നമുക്കിപ്പോൾ ട്രയൽ ചേമ്പേഴ്സും അങ്ങനെ ഓരോന്നില്ലേ, അപ്പോൾ അങ്ങനെ ഓരോന്നിന് വേണ്ടിയിട്ട് മാപ്പിൻ്റെ ഇതും, പിന്നെ ലൈബ്രറിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. മിക്കവാറും നമ്മൾ ഈ റോ ഫുള്ളും ലൈബ്രറിയൻസ് ആയിരിക്കും, കാരണം കുറേ ഇല്ലേ. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുള്ള ഇതൊക്കെ കളക്ട് ചെയ്യലും ഞാൻ ഓഫ് ക്യാമറ തന്നെ ചെയ്തോളാം. നല്ല രസമുണ്ട് ഈ ലൈറ്റിൻ്റെ ഇത് കാണാൻ. അപ്പോൾ നമ്മൾ അതൊക്കെ ഓഫ് ക്യാമറ ചെയ്തോളാം. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അടയ്ക്കണത് ഞാൻ ഇപ്പം അടയ്ക്കണില്ല, വില്ലേജറിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അടച്ചോളാം. അപ്പം അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ സൈസ് നോക്കാം എൻ്റെ വീടല്ല, ട്രേഡിംഗ് ഹാള്, വീട് മാതിരിയായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. തരാ.